ലൈവിലിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട പരിപാടികളിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇന്നലത്തെ ഡിന്നറിന് വന്ന ഭക്ഷണങ്ങൾ അവർ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെവിൻ പതിവ് പോലെ തന്നെ നെവിൻ ഇന്നലെയും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചില തീർന്നു പോയ സാധനങ്ങൾ അതൊന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഉറങ്ങാനായിട്ടുള്ള ഇപ്പം നൂറ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട്. ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്ന് കിടന്ന് ഉറങ്ങിയാലോ എന്നൊരാഗ്രഹം തോന്നുന്നു എന്നുള്ള രീതിയിൽ ഷാനവാസ് എവിടെയൊക്കെ എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആ മഞ്ഞ സോഫയുടെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, ആരും ഉറങ്ങാൻ പാടില്ല, ലാസ്റ്റ് ദിവസമാണ്, ഉറങ്ങിയാൽ വോട്ട് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉറക്കം വന്നിട്ടാണെങ്കിൽ ഷാനവാസ് കൂട്ടുവായിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അനീഷിനോടും കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അനീഷ് പറയുന്ന അവിടെ ഒരു വരയുണ്ട്, വര എന്ന് പറഞ്ഞാൽ മാറ്റ് വിരിച്ചേക്കണ വര, ഇത് ഞാൻ പോയ കാൽപ്പാടാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, ഈ കാൽപ്പാട് വര ഞാൻ കണ്ടു, പക്ഷെ നിൻ്റെ കാൽപ്പാട് എവിടെയാണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു വിഷമം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ദിവസമാണ്, ഈ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയാണ്. എല്ലാവർക്കും പല കോർണറുകൾ, എപ്പോഴും സ്ഥിരമായി ഇരുന്നിരുന്ന പല കോർണറുകൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ലഞ്ചാണ്, ഇനി ലാസ്റ്റ് ഇന്നത്തെ ഡിന്നറാണ്, ഇതിലെയൊന്നും ഇനി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് അനീഷ് പറയുന്നുണ്ട്. എല്ലാ ദിവസവും സ്ഥിരമായിട്ടുള്ള നടക്കുന്നതാണ് അനീഷ്, ഇനി ആ വഴികളിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, അങ്ങനെ പലതരം ഫീലിങ്സ്. അക്ബർ പറയുന്നുണ്ട്, ഇന്നലെ വരെ ഒന്നും ഇതിനു മുമ്പൊന്നും എനിക്ക് അങ്ങനത്തെയുള്ള ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല വീട് വിട്ട് പോകണമെന്നുള്ളത്. പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് അക്ബറിനും ഭയങ്കര വിഷമം, ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള വിഷമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു, ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടി സെലക്ട് ചെയ്യാൻ. ആദ്യം നമ്മുടെ അനീഷും ഷാനവാസും ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്, ഒരു കപ്പും കുപ്പി എന്തോ. നമ്മുടെ നെവിൻ പോയിട്ട് ഒരു തത്തമ്മ, കാലൊടിഞ്ഞ തത്തമ്മയെ തന്നെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അക്ബറിന് അവിടെ അക്ബർ എപ്പോഴും ഇരിക്കാറുള്ള സോഫയാണ് സെലക്ട് ചെയ്യുന്നത്. അത് കൊണ്ടുപോകാനായിട്ട് അവസരം കൊടുക്കണം, കാരണം എപ്പോഴും ഡൗൺ ആയിരിക്കുമ്പോൾ അവിടെയാണ് ഇരിക്കാറുണ്ടായിരുന്നത്. പല ഫ്രണ്ട്ഷിപ്പും തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് അക്ബർ പറയുന്നുണ്ട്. നൂറ ഇതുപോലെ തന്നെ ഒരു ജിറാഫിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം എടുക്കുന്നുണ്ട്. ഇതിനോടാണ് ഞാൻ വിഷമം വരുമ്പോൾ സംസാരിക്കാറുള്ളതെന്ന് പറയുന്നുണ്ട്. അനുമോള് ചെന്ന് ഇരുന്നിട്ട് അനുമോൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തവണ്ണം അനുമോൾ കിടക്കുന്ന ബെഡ്, അതിൻ്റെ സറൗണ്ടിങ്സ്, മരം എല്ലാം എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഒരു പ്രോപ്പർട്ടി എടുക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ കയ്യിലിരുന്നൊരു ബോട്ടിൽ, പിന്നെ മരത്തിൻ്റെ ഇത് പറയുന്നുണ്ട്. അനുമോൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവസാനം ആ ഒരു ബോട്ടിൽ ആണ് ഉറപ്പിക്കുന്നത്. അങ്ങനെ പല ആൾക്കാർക്ക് മിക്സ്ഡ് ഫീലിംഗ് ആയിട്ട് ലൈവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.